നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മുറിയില് ഇഷിതയും വിക്രവും വേദയും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ശ്രീകാര്യ ശ്രീനിവാസന്റെ വിഷയം വരുന്നേ. പെട്ടെന്ന് വേദ പറഞ്ഞു, ശ്രീകാര്യ ശ്രീനിവാസനോടൊപ്പം എന്തൊരു വേദനും വിക്രം ഉണ്ടല്ലോ. വിക്രത്തോട് മാറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം അതൊന്നും കേൾക്കത്തില്ല. അതെങ്ങനെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് മുഖമൊക്കെ മാറി. കണ്ടില്ലേ വിക്രത്തിന് മുഖമൊക്കെ മാറിയത്. അപ്പോഴേക്കും ഇഷിത പറഞ്ഞേ, ഇനിയിപ്പം നിങ്ങൾ തമ്മിൽ തല്ലുകൂടേണ്ട കാര്യമില്ല ഈ കാര്യം പറഞ്ഞോണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വേദ പറഞ്ഞു, ഇതൊക്കെ വെറുതെ അല്ലേ, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ തല്ലും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ, ഇതൊക്കെ ഒരു രസമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, പോ വേദ അവിടെ നിന്ന് പറഞ്ഞു. കണ്ടില്ലേ വിക്രത്തിന്റെ മുഖത്തെ നാണം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് കഥയും മുട്ടുന്ന കേട്ടെ. ഇത് വേദേച്ചെന്ന് പറഞ്ഞ് ദീപ്തി വിളിക്കുകയാണ്. പെട്ടെന്ന് 3 പേര് ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിക്രത്തിന് എഴുന്നേറ്റ് മാറാനും പറ്റിയില്ല. പിന്നീട് വീണ്ടും വിളിച്ച് വേദേച്ചെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും വേദ കഥക്ക് പതുക്കെ പോയി തുറന്നു. ചേച്ചി ജ്യൂസ് എന്ന് പറഞ്ഞു. ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞു. ഞാൻ അകത്തേക്ക് കൊണ്ടുവന്ന് വെക്കാം, അതിന്റെ ആവശ്യമില്ല, നീ ഇങ്ങ് തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അകത്തുനിന്ന് ഒരു ഗ്ലാസ് നിലത്ത് വീണ ശബ്ദം കേട്ടെ. അതെന്താ ചേച്ചി താഴെ വീണേ? അത് പിന്നെ കാറ്റായിരിക്കും എന്ന് പറഞ്ഞു. കാറ്റോ? ആ സമയം ഇഷിത പറഞ്ഞു, എന്റെ കൈ തട്ടിയതാന്ന് പറഞ്ഞു. ചേച്ചി ഞാനും കൂടെ അകത്തേക്ക് വരാം. വേണ്ട, ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങ് തരാൻ പറഞ്ഞിട്ട് ദീപ്തിയെ വേദ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് കഥ അങ്ങോട്ട് അടച്ചു. ദീപ്തിക്ക് സംശയം, എന്തുകൊണ്ടാണ് വേദിച്ച് ഇങ്ങനെ ചെയ്തേ? ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ എന്ന് മനസ്സിൽ തോന്നുവാണ് ദീപ്തിയുടെ. പിന്നീട് ദീപ്തി താഴേക്ക് വന്നു. താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വർഷയും പത്മവും കൂടെ സംസാരിക്കുകയാണ്. വർഷയോട് പത്മ പറഞ്ഞു, അതെ വേദയുടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇഷിത, ആഹാ, എന്നിട്ട് ആളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ദീപ്തിയോട് പത്മ ചോദിച്ചു, അല്ലേ എന്തേ അവരെന്തേന്ന് ചോദിച്ചു. ആ കുട്ടി ഇങ്ങോട്ടേക്ക് വിളിക്കുക, എനിക്ക് കുറച്ച് സംസാരിക്കാൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, ചെന്ന് വേണേ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? പിന്നെ ഞാൻ ജ്യൂസും കൊണ്ട് പോയിട്ട് മുറിയിലേക്ക് കയറാൻ പോലും വേദിച്ച് സമ്മതിച്ചില്ല, അവർ കഥ അടച്ചിട്ടിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടോ വർഷ പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, നിനക്ക് അവരിങ്ങോട്ട് വിളിച്ചാൽ എന്തായിരുന്നു? അതെ, വർഷേച്ചിക്ക് അത്ര ഇതാണെങ്കിൽ വർഷേച്ചി പോയി വിളിക്കാൻ പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞിട്ട് വർഷ നേരെ വേദയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ഇഷിത വേദയോട് പറഞ്ഞു, വേദേ കുറച്ച് റിസ്ക്കാ വിക്രത്തിനെ ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞാൽ എപ്പോഴാരാ കയറി വരുന്നെന്ന്, ആരെപ്പോഴാ കയറി വരുന്നെന്നും പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണമല്ലോ ആൾ കയറി വരാലോ, വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, നമ്മളിത്തിരി റിസ്ക് ഒക്കെ എടുത്തല്ലേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് വീണ്ടും കഥയെ മുട്ടുന്ന ശബ്ദം കേട്ടത്. വേദ പെട്ടെന്ന് വിക്രത്തിനെയും അതുപോലെ ഇഷിതയും നോക്കി. അതിനുശേഷം പോയി കഥക് പകുതി തുറന്നു നോക്കുകയാണ്. വർഷയാണ്. വർഷേച്ചി, എന്താ വർഷേച്ചി? അല്ല നിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. താഴേക്കൊന്നും കണ്ടില്ല, അതുകൊണ്ട് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഇഷിത വല്ലാത്തൊരവസ്ഥയായി പോയി വേദയ്ക്ക്. വേദ പറഞ്ഞാ വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ഇഷിത എന്ന് പറഞ്ഞു. എന്നിട്ട് നീ മുറി വെച്ചോണ്ടിരിക്കണം, താഴേക്ക് കൂട്ടിക്കൊണ്ടു വാ, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വന്നു വാതക്കലേക്ക്. ഇതാണോ ആള്? അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, അതെ എൻ്റെ പേര് ഇഷിത. ഞാൻ കേട്ടിട്ടുണ്ട്, കാരണം ശ്രീയേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. പിന്നീട് വേദയോട് പറഞ്ഞു, വേദ നീ താഴേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ വന്നേക്കാം, ഒരു കാര്യം വർഷേച്ചി പോയിക്കോളാൻ പറഞ്ഞു. പിന്നീട് ഇങ്ങനെ വർഷം ഇങ്ങനെ കുറച്ച് സമയം ആലോചിച്ചു നിന്നു. എന്താ ഇവിടെ ഒരു സ്മെല്ല് വരുന്നത്? സ്മെല്ലോ? അതെ, മരുന്നിൻ്റെ എന്തൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും ഇഷിതയും വേദയും പരസ്പരം നോക്കി. പെട്ടെന്ന് വർഷം ഇഷിതയോട് പറഞ്ഞു, ഇച്ചിരി ഒന്ന് മാറിക്ക്, ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ മുറിക്കകത്ത് കയറുമ്പോഴത്തേനും വല്ലാത്തൊരു നെഞ്ചിടിപ്പായിരുന്നു വേദയ്ക്ക്. പെട്ടുപോയോ ഇനി? വിക്രം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല, പണി പാളി. വിക്രം ബുദ്ധിമാനായിരുന്നു. വിക്രം ആ മെഡിസിനൊക്കെ എടുത്തുകൊണ്ട് നേരെ സ്റ്റോർ റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ വർഷം മുറി ആകെപ്പാടെ നോക്കി. ഇവിടെ നല്ല മെഡിസിൻ്റെ മണമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, എനിക്ക് പുറം വേദനയ്ക്ക് ഞാൻ സ്പ്രേ അടിച്ചാന്ന് പറഞ്ഞു. വേദ, അതാണോ? നിനക്ക് നേരത്തെ അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ എല്ലാം വർഷേച്ചിയെ പേടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എൻ്റെ ഇഷ്ടമാണ് സ്പ്രേ അടിക്കണോ വേണ്ടയോന്നൊക്കെ ഉള്ളത്. വർഷേച്ചി എന്താ ഒരുമാതിരി പോലീസ് ബുദ്ധി പോലെ ഇങ്ങനെ ചിക്കി ചെഞ്ഞ് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്ന വർഷേച്ചിക്ക് എന്നെ ഒരു സംശയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അയ്യോ വേദ, ഞാൻ അങ്ങനെയൊന്നും ഓർത്തല്ല, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷിത് എന്ത് വിചാരിക്കുന്നു ചോദിച്ചു. പിന്നെ വർഷേച്ചിയോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, വർഷേച്ചി ഒരുമാതിരി എന്തോ ഒരു കുറ്റവാളിയെ കാണുന്ന പോലെ എന്നോട് സംസാരിക്കുന്നത്, ഇതൊന്നും എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞ് വേദയോട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ഇഷിത് പറഞ്ഞു, ഇനിയിപ്പോൾ തർക്കം വേണ്ട, വാ നമുക്ക് താഴേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വർഷയോടൊപ്പം താഴേക്ക് പോവാണ് അവര്. ഇതേ സമയത്ത് ശ്രീകാര്യ ശ്രീനിവാസിന് ജാമ്യം എടുക്കാനായിട്ട് വക്കീൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. പിന്നീട് എസ് ഐയുടെ മുന്നിലേക്ക് വന്നിട്ട് വക്കീൽ കാര്യം പറയാണ്. അതെ, ശ്രീനി സാറിനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു.
അത് വക്കീലെ വെറുതെ ആയി പോയല്ലോ ഈ വരവെന്ന് പറഞ്ഞു. അതെ, ജാമ്യം കിട്ടുന്ന വകുപ്പല്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് ജാമ്യം എടുക്കാൻ പറ്റില്ല, അതൊക്കെ കോടതി വെച്ചെടുത്തോളാൻ പറഞ്ഞു. അല്ല സാറേ, അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട, അറിയാലോ ഓഫൻസ് എന്താണെന്നറിയാലോ, നിസ്സാര കാര്യമൊന്നുമല്ല, അതുകൊണ്ട് ഇപ്പോഴെന്താണെങ്കിലും ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വക്കീല് പറഞ്ഞു, അതെ എങ്ങനെയെങ്കിലും ഒന്ന്, കാരണം ഇലക്ഷന് നിൽക്കുന്ന ആളല്ലേ, അപ്പൊ ഈ സമയത്ത് ഇലക്ഷൻ പ്രചരണമൊക്കെ നടക്കുന്ന സമയത്ത് അകത്തിരേണ്ട വല്ല കാര്യമുണ്ടോ? ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നിങ്ങളുടെ കാര്യം, പക്ഷെ എനിക്ക് എൻ്റെതായ ഡ്യൂട്ടി ചെയ്തില്ലേ മതിയാവുള്ളൂ. നാളെ കോടതി ഹാജരാക്കും, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ ഇന്നെന്താണെങ്കിലും ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു, നമുക്കിനിയും കാണേണ്ടതായിട്ട് വരും, പിന്നല്ലാതെ കാണേണ്ടതായിട്ട് വരുമെന്നോ? അല്ല, എനിക്ക് ശ്രീനി സാറിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനെന്താ? പിന്നീട് ഒരു PC അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ദേ ആ ശ്രീനിവാസൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറയാണ്. പിന്നീട് രാമകൃഷ്ണൻ വക്കീൽ നേരെ ശ്രീനിവാസൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് രാജേട്ടനും ജോസഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസന് പത്രമൊക്കെ വായിച്ചാണ് സെല്ലിനകത്തിരിക്കുന്നത്. ശ്രീനിവാസൻ വന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ എനിക്ക് ഇരിക്കാൻ ചെയറൊക്കെ തന്നു, വായിക്കാൻ പത്രവും തന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം വക്കീൽ പറഞ്ഞു, അത് പിന്നെ ശ്രീനി സാറേ ഇന്നിവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ്. സാരമില്ല പോട്ടെ എന്ന് പറയണം, അല്ല നാളെ കോടതി ജാമ്യം കിട്ടത്തില്ലേ? അത് ഉറപ്പായിട്ടും കിട്ടും, നമുക്ക് എടുക്കാന്ന് പറയണം. പിന്നെ ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട്, ആരോ മനഃപൂർവ്വം കളിച്ചിട്ടുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ശ്രീനി സാറേന്ന് വക്കീലും പറയണം. ഈ സമയം രാജേട്ടനോടൊക്കെ ചോദിച്ചു, എന്താടോ ആ പുളിക്കനെ കുറിച്ച് വല്ല വിവരം കിട്ടിയെന്ന് ചോദിച്ചു. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മിക്കവാറും വിക്രത്തിനെ ഈ പോലീസുകാർ പിടികൊടുക്കുകയാണെങ്കിൽ പുളിക്കാൻ പ്രത്യക്ഷപ്പെടുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. വക്കീൽ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞ കാര്യമല്ലേ, കാരണം വിക്രത്തിനെ അറസ്റ്റ് ചെയ്യുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുളിക്കിനെ മൊഴി കൊടുക്കാണ്ട് വരും, വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയം ശ്രീനിവാസൻ പറഞ്ഞു, അവൻ കൂടെ തിന്നിട്ട് ചതിക്കുമെന്ന് കരുതിയില്ല, അവൻ ഒറ്റിക്കൊടുത്തു, സാരമില്ല അവനിട്ടുള്ള പണി കൊടുക്കാന്ന് പറഞ്ഞു. അതിനുശേഷം രാജേട്ടനോടൊക്കെ പറഞ്ഞു, നിങ്ങൾ വക്കീൽ ഓഫീസിലേക്ക് പോകണം, നമ്മുടെ അണികളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം, ഒരു കാരണവശാലും ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾക്ക് പോകരുതെന്ന് പറയണം, ഞാനിവിടെ ഇറങ്ങുന്നോടം വരെ ആരും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുതെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു സാറേ രാജേട്ടൻ പറഞ്ഞു. പിന്നീട് വക്കീലിനോട് പറഞ്ഞു, വക്കീലെ അറിയാലോ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന്, എല്ലാം അറിയാം സാറേ, സാർ ധൈര്യമായിട്ടിരിക്കുക, സാറിന് ജാമ്യം കിട്ടും, നാളെ ഉറപ്പായിട്ടും കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വാസവനും ശ്രീകാന്തും ചന്ദ്രശേഖരും കൂടെ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ശ്രീനിവാസനെ പോലീസുകാർ വിട്ടില്ലല്ലോ, കാരണം ജാമ്യം പോലും കൊടുത്തില്ല, ഇനിയിപ്പോൾ കോടതിയിൽ പോയി ജാമ്യം എടുക്കട്ടെ എന്നൊക്കെയായിരുന്നു. കാരണം ഒരു ദിവസമെങ്കിലും അവനകത്ത് കിടന്നില്ല ശരിയാകത്തില്ല എന്നൊരു ചിന്തയായിരുന്നു. വാസുവിനോട് പറഞ്ഞു, ഇപ്പം തന്നെ കണ്ടില്ലേ വാസുവിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്, ശ്രീനിവാസന് പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് ആ വക്കീലിന് സാധിച്ചില്ല, അയാൾക്ക് ജാമ്യം പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ടതായിട്ട് വരും. എന്താണെങ്കിലും ആ CI നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വാസവന് സന്തോഷിക്കാമല്ലോ എന്ന് പറഞ്ഞു. വാസവൻ പറഞ്ഞു, ഞാൻ എങ്ങനെ സന്തോഷിക്കാനാ, ഇതും കൊണ്ടൊക്കെ എനിക്ക് സന്തോഷമാവുമെന്ന് ചോദിച്ചു. അത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് വാസവന്റെ വേദന എന്താന്ന്, വരണില്ലാതായതല്ലേ, സാരമില്ല, ഈ തവണ എന്താണെങ്കിലും നമ്മൾ അവനിട്ട് പണി കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ സമയം വാസവൻ പറഞ്ഞു, വിക്രം അവനെയാണ് എനിക്ക് കൈ കിട്ടേണ്ടത്, എങ്കിലും എനിക്ക് സമാധാനം ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. ചന്ദ്രശേഖരൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട, വാഴ നനയുന്ന കൂട്ടത്തിൽ ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് എന്ന് പറഞ്ഞു കണക്ക് വിക്രത്തെ ഉറപ്പായിട്ട് നമ്മൾ പിടികൂടും, ആ സമയത്ത് വാസവന്റെ ജയവും അതിൻ്റെ ഇടയ്ക്കൂടെ നടന്നു പോട്ടെ. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ദേ വാസവ ജയിച്ചു കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ പിന്നെയും കാണുവരാ, അറിയാലോ, വാസവൻ ജയിച്ച് വിജയം ആഘോഷിക്കുന്ന സമയത്ത് ഇരട്ടി മധുരമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരും, ആ നല്ല വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തെക്കുറിച്ചുള്ള വാസവൻ ധൈര്യമായിട്ടിരിക്കുക, എന്തിനും എതിരും ഞങ്ങളില്ലേ, ഇപ്പം തന്നെ കണ്ടില്ലേ ശ്രീനിവാസന്റെ കാര്യത്തിൽ അവൻ നാളെയാണെങ്കിലും ജാമ്യം കിട്ടരുത്, അവൻ കോടതിയിൽ നിന്ന് നന്നായിട്ട് വേർക്കണം, കാരണം അങ്ങനെയുള്ള കേസൊക്കെയല്ലേ അവൻ്റെ തലയിലേക്ക് നമ്മൾ ചാർത്തി കൊടുക്കാനായിട്ട് പോകുന്നേ, ഈ പറയുന്ന വിക്രത്തിനെ അവനായിരിക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. വാസവൻ പറഞ്ഞു, അതെനിക്ക് സംശയമുണ്ട്, അവനായിരിക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ശ്രീനിവാസന്, അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടില്ല എന്നൊക്കെ പറയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വർഷയും പത്മവും കൂടെ ആഹാരം കഴിക്കാണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദ വന്നു കഴിഞ്ഞാൽ പത്മ പറഞ്ഞു, അല്ല നീ വന്നിരിക്കാനായിട്ട് പറയണം. ആ സമയത്ത് ദീപ്തി ആഹാരം പോലും കഴിച്ചില്ല, ദീപ്തി ആണെങ്കിൽ ആഹാരത്തിനകത്ത് വെറുതെ കഴിയിട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോഴേക്കും പത്മ പറഞ്ഞു, നീ എന്താ ദീപ്തി കഴിക്കാതിരിക്കണേന്ന് ചോദിച്ചു. ദീപ്തി പെട്ടെന്ന് എഴുന്നേറ്റ് പോയി കൈ എഴുതിട്ട് വന്നു. ആ സമയം വർഷ പറഞ്ഞു, അവൾക്ക് വിരഹ ദുഃഖമാന്ന് പറഞ്ഞു.
അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു വിരഹ ദുഃഖം ശ്രീയേട്ടൻ ഇല്ലാതായാലോ വർഷേച്ചിക്ക് അത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വർഷ ചോദിച്ചു നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചു. ആ സമയം പത്മ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുക, ഒരു കലഹം ഇനി വേണ്ടാന്ന് പറഞ്ഞു. ദീപ്തി അങ്ങോട്ട് കയറിപ്പോയി. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവള് വായി വന്നല്ലേ എന്നെ വിളിച്ചു പറയും എന്ന് പറഞ്ഞു. ആ സമയം വേദയോടിച്ച് നീ ഇരിക്കുന്നില്ലേന്ന് ചോദിച്ചു. വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ? ഇവിടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട് സ്വസ്ഥത സമാധാനം കിട്ടുമോ? ഓരോന്നോരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നല്ല ഇത് കഴിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ മുറിയിലേക്ക് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ വർഷോട് നീ എന്തിനാ മുറിയിലേക്ക് പോകുന്നേ? അതെ എൻ്റെ ഇഷ്ടം, എവിടെ ഇരുന്ന് കഴിക്കണം ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അന്നൊരു കാര്യം ചെയ്യാം, ഇനി 3 നേരം നീ അവിടെ ഇരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു വർഷ. ആയിക്കോട്ടെ, 3 നേരം അവിടെ നിന്ന് കഴിക്കുവാണെങ്കിൽ എനിക്ക് അത്ര സന്തോഷം വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് പത്മയോട് പറഞ്ഞു ഞാൻ മുറിയിലേക്ക് ആഹാരം എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റിനകത്തേക്ക് ചോറെടുക്കുക. കുറേ ചോറെടുത്തു. വർഷ ഇങ്ങനെ കണ്ണും പിഴിഞ്ഞ് നോക്കുവാണ്. ഇതെന്താടി ഇത്രയും ചോറെടുക്കുന്നത്, നീ ഇത്രയും കഴിക്കുമെന്ന് ചോദിച്ചു. ഓഹോ, അപ്പം ഇവിടെ തേറ്റിക്കും ഇപ്പം കണക്കായെന്ന് ചോദിച്ചു. കുറേ കറി എല്ലാം എടുത്തോണ്ടാണ് വേദ അങ്ങോട്ട് കയറിപ്പോന്നെ. ഈ സമയത്ത് പത്മ പറഞ്ഞു ചിലർക്ക് ഡിപ്രഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇമാതിരി ആഹാരം കഴിക്കുമോ എന്നായി വർഷ. പിന്നീട് മുറിയിലേക്ക് ഇന്ന് കഥ അടച്ചിട്ട് വേദ കൊണ്ടേ ആഹാരം ടേബിളിൽ വെച്ചു. അതിനുശേഷം വിക്രത്തെ വിളിക്കുകയാണ്. വാ കഴിക്കാന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറഞ്ഞു. അങ്ങനെ വിക്രം പോയി കൈ എഴുട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് വേദയോട് പറഞ്ഞു നിനക്ക് ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. കൈക്ക് വേദന ഉണ്ടോയെന്ന് ചോദിച്ചു. കൈക്ക് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഇതെന്താ ഇത്രയും ചോറ്? നമുക്ക് 2 പേർ കൂടെ എടുത്തോണ്ടെന്നാ, എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഞാനും കൂടെ കഴിക്കുന്നുണ്ട്, എന്ത് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു. പിന്നീട് വേദ എന്ത് ചെയ്തു, കുറച്ച് ചോറ് എടുക്കുവാണ്. വിക്രത്തിന് വാരി കൊടുക്കാൻ തുടങ്ങുമ്പോൾ വിക്രം വേണ്ട വേദ ഞാൻ തന്നെ കഴിച്ചോളാം. എന്താ ഞാൻ വാരി തന്നാൽ വിക്രത്തിന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എങ്കിൽ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ വിക്രത്തിന് വാരി കൊടുക്കുവാണ്. ഭയങ്കര സന്തോഷമായി വിക്രത്തിനും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.